അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത് പ്രകാശത്തിൻ്റെ പ്രതിഭാസങ്ങളെക്കുറിച്ചാണ്. ആദ്യത്തെ പ്രതിഭാസമാണ് അപവർത്തനം. ഇംഗ്ലീഷിൽ അതിനെ റിഫ്രാക്ഷൻ എന്ന് പറയും. അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. എന്താണ് അപവർത്തനം? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസമാണ് അപവർത്തനം. അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. ഓക്കെ ആണോ? അപ്പോൾ അപവർത്തനം എന്താണ്? ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രകാശത്തിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് എന്ത്? അപവർത്തനം. ഓക്കെ ആണല്ലോ. അപവർത്തനത്തിന് കുറേ എക്സാമ്പിൾസുകളുണ്ട്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുവാൻ കാരണം പ്രകാശത്തിൻ്റെ അപവർത്തനമാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് എന്ത് പ്രതിഭാസം മൂലമാണ്? എന്താണ്? അപവർത്തനം മൂലമാണ്. ഓക്കെയാണോ? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം പ്രകാശത്തിൻ്റെ അപവർത്തനം മൂലമാണ്. അതുപോലെ തന്നെ ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നുവാൻ കാരണം അപവർത്തനമാണ്. എന്താണ്? ജലത്തിൽ നമ്മൾ ഈ പുഴയിലൊക്കെ പോകുമ്പോൾ ഒരു കമ്പ് കുത്തിയിട്ട് കഴിഞ്ഞാൽ അടിഭാഗത്ത് നോക്കുമ്പം കമ്പ് വളഞ്ഞിരിക്കുന്നതായിട്ടൊക്കെ തോന്നില്ലേ? അതിനെല്ലാം കാരണം എന്താണ്? അപവർത്തനമാണ്. അപ്പോൾ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം പ്രകാശത്തിൻ്റെ അപവർത്തനമാണ്. അതുപോലെ തന്നെ ജലത്തിൽ താഴ്ത്തി വച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നുവാൻ കാരണം പ്രകാശത്തിൻ്റെ അപവർത്തനമാണ്. നക്ഷത്രങ്ങളുടെ നിറം സൂചിപ്പിക്കുന്നത് അവയുടെ താപനിലയാണ്. നക്ഷത്രങ്ങളുടെ നിറം സൂചിപ്പിക്കുന്നത് അവയുടെ താപനിലയെയാണ്. ഓക്കെയാണോ? നക്ഷത്രങ്ങളുടെ നിറം സൂചിപ്പിക്കുന്നത് അവയുടെ താപനിലയാണ്. മരുഭൂമികളിലെ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാക്കാൻ കാരണം പ്രകാശത്തിൻ്റെ അപവർത്തനമാണ്. മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണം പ്രകാശത്തിൻ്റെ അപവർത്തനം മൂലമാണ്. ഓക്കെയാണോ? എന്താണ്? മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകുവാൻ കാരണം പ്രകാശത്തിൻ്റെ അപവർത്തനം മൂലമാണ്. അപ്പോൾ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുവാൻ കാരണം എന്താണ്? പ്രകാശത്തിൻ്റെ അപവർത്തനമാണ്. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നുവാൻ കാരണം എന്താണ്? പ്രകാശത്തിൻ്റെ അപവർത്തനമാണ്. നക്ഷത്രങ്ങളുടെ നിറം സൂചിപ്പിക്കുന്നത് എന്താണ്? അവയുടെ താപനിലയാണ്. മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകുവാൻ കാരണം എന്താണ്? പ്രകാശത്തിൻ്റെ അപവർത്തനമാണ്. അതുപോലെ തന്നെ സൂര്യോദയത്തിന് അല്പം മുൻപും സൂര്യാസ്തമയത്തിനും ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയാത്തതിന് കാരണം എന്താണ്? അപവർത്തനമാണ്. എന്താണ്? സൂര്യോദയത്തിന് അല്പം മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയുന്നതിന് കാരണം എന്താണ്? അപവർത്തനമാണ്. എന്താണ്? സൂര്യോദയത്തിന് അല്പം മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയുന്നതിന് കാരണം എന്താണ്? അപവർത്തനമാണ്. സൂര്യോദയത്തിന് അല്പം മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയുന്നതിന് കാരണം എന്താണ്? അപവർത്തനമാണ്. ഓക്കെ ആണോ? അതുപോലെ തന്നെ മയിൽപീലിയിൽ കാണുന്ന വ്യത്യസ്തമായ വർണ്ണത്തിന് കാരണമായ സൂക്ഷ്മ കണികകളാണ് ബാൾബുൾസ്. ഏതാണ്? ബുൾബുൾസ്. ബാർബുൾസ് എന്നും പറയും, ബുൾബുൾസ് എന്നും പറയും. ഓക്കെ ആണോ? എന്താണ്? മയിൽപീലിയിൽ കാണുന്ന നമ്മുടെ ഈ മയിലിൻ്റെ പീലിയിൽ കുറേ വർണ്ണങ്ങൾ കാണത്തില്ലേ? അതിന് കാരണമായ സൂക്ഷ്മ കണികൾ ഏതൊക്കെയാണ്? ബുൾബുൾസ് ആണ്. എന്താണ്? ബുൾബുൾസ്. ഓക്കെ ആണോ? അപ്പോൾ മയിൽപീലിയിൽ കാണുന്ന വ്യത്യസ്തമായ വർണ്ണത്തിന് കാരണമായ സൂക്ഷ്മ കണികൾ ഏതാണ്? ബുൾബുൾസ് ആണ്. എന്താണ്? ബുൾബുൾസ്. അപവർത്തനാങ്കം ഏറ്റവും കൂടിയ പദാർത്ഥം ഏതാണ്? വജ്രമാണ്. ഏതാണ്? അപവർത്തനാങ്കം ഏറ്റവും കൂടിയ പദാർത്ഥം ഏതാണ്? വജ്രമാണ്. അപവർത്തനാങ്കത്തിന് ഇംഗ്ലീഷിലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും. അപവർത്തനാങ്കം ഏറ്റവും കൂടിയത് അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടിയ പദാർത്ഥം ഏതാണ്? വജ്രമാണ്. ഏതാണ്? വജ്രമാണ്. ഓക്കെ ആണോ? അടുത്തതാണ് പ്രതിഫലനം. ഇംഗ്ലീഷിൽ റിഫ്ലക്ഷൻ എന്ന് പറയും. പ്രതിഫലനം അഥവാ ഇംഗ്ലീഷിൽ റിഫ്ലക്ഷൻ എന്ന് പറയും. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. നമുക്കറിയാം പ്രതിഫലനം എന്താണ്? പ്രകാശം
ഒരിടത്ത് തട്ടി തിരിച്ചു വരുന്നു. അതാണ് പ്രതിഫലനം. അത്രയും ആലോചിക്കുക. അപ്പോൾ പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ എന്താണ്? മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് എന്ത്? പ്രതിഫലനം. ഓക്കെയാണോ? എന്താണ്? മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണം പതന കിരണം എന്നും പ്രതലത്തിൽ നിന്നും തിരിച്ചു വരുന്ന കിരണം പ്രതിഫലന കിരണം എന്നും അറിയപ്പെടുന്നു. ഇപ്പോൾ ഒരു മിനുസമുള്ള ഒരു പ്രതലം, ആ പ്രതലത്തിലേക്ക് ഒരു പ്രകാശം വന്ന് തട്ടി. അപ്പോൾ ആ പ്രതലത്തിൽ വന്ന് അടിക്കുന്ന ആ പ്രകാശത്തെ നമ്മൾ എന്ത് പറയുന്നത്? പതന കിരണമെന്നും, എന്ന് വെച്ചാൽ പതിക്കുന്ന കിരണമല്ലേ അത് പതന കിരണമെന്നും. ആ പ്രകാശം അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യത്തില്ലേ, പ്രതിഫലിപ്പിക്കത്തില്ല, ആ മിനുസമുള്ള പ്രതലത്തിൽ തിരിച്ച് പ്രതിഫലിക്കത്തില്ലേ, അങ്ങനെ തിരിച്ചു വരുന്ന കിരണത്തെ പ്രതിഫലന കിരണമെന്നും പറയുന്നു. ഓക്കെയാണോ? ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണം പതന കിരണമെന്നും പ്രതലത്തിൽ നിന്നും തിരിച്ചു വരുന്ന കിരണം പ്രതിപതന കിരണമെന്നും പറയുന്നു. ഓക്കെയാണല്ലോ? പതന കിരണത്തിന് ഇംഗ്ലീഷിൽ ഇൻസിഡൻറ്റ് റേ എന്നും പ്രതിപതന കിരണത്തിന് ഇംഗ്ലീഷിൽ റിഫ്ലക്റ്റഡ് റേ എന്നും പറയുന്നു. എന്താണ്? പതന കിരണത്തിന് ഇംഗ്ലീഷിൽ ഇൻസിഡൻറ്റ് റേ എന്നും പ്രതിപതന കിരണത്തിന് ഇംഗ്ലീഷിൽ റിഫ്ലക്റ്റഡ് റേ എന്നും പറയുന്നു. ഓക്കെയാണോ? അപ്പോൾ പ്രതിഫലനം എന്താണ്? മിനുസമുള്ള ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണം പതന കിരണം എന്നും പ്രതലത്തിൽ നിന്നും തിരിച്ചു വരുന്ന കിരണം പ്രതിപതന കിരണം എന്നും അറിയപ്പെടുന്നു. ഓക്കെയാണല്ലോ? ഡിഫ്രാക്ഷൻ. സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. ഓക്കെയാണോ? ഡിഫ്രാക്ഷൻ എന്താണ്? ഡിഫ്രാക്ഷത്തിന് മലയാളം വിഭങ്കനം എന്ന് പറയും. ഡിഫ്രാക്ഷൻ്റെ മലയാളം എന്താണ്? വിഭങ്കനം എന്ന് പറയും. അപ്പോൾ ഡിഫ്രാക്ഷൻ എന്താണ്? സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് എന്ത്? ഡിഫ്രാക്ഷൻ. ഓക്കെയാണോ? എന്താണ്? സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് എന്ത്? ഡിഫ്രാക്ഷൻ. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സൂര്യന് ചുറ്റുമുള്ള വലയം എന്തിനുദാഹരണമാണ്? ഡിഫ്രാക്ഷന് ഉദാഹരണമാണ്. എന്ത്? സൂര്യന് ചുറ്റുമുള്ള വലയം എന്തിനുദാഹരണമാണ്? ഡിഫ്രാക്ഷന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ CD-യിൽ കാണപ്പെടുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം എന്താണ്? ഡിഫ്രാക്ഷനാണ്. എന്താണ്? CD-യിൽ കാണപ്പെടുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം എന്താണ്? ഡിഫ്രാക്ഷനാണ്. അപ്പോൾ സൂര്യൻ്റെ വലയങ്ങൾക്ക് കാരണം ഡിഫ്രാക്ഷനാണ്. അതുപോലെ തന്നെ CD-യിൽ കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം എന്താണ്? ഡിഫ്രാക്ഷനാണ്. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്നതിന് കാരണം എന്താണ്? ഡിഫ്രാക്ഷനാണ്. എന്താണ്? നിഴലുകൾ ക്രമരഹിതമായി കാണുന്നതിന് കാരണം എന്താണ്? ഡിഫ്രാക്ഷനാണ്. അപ്പോൾ ഡിഫ്രാക്ഷൻ എന്താണ്? സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സൂര്യന് ചുറ്റുമുള്ള വലയം, പിന്നെ CD-യിൽ കാണുന്ന മഴവിൽ നിറങ്ങൾ, പിന്നെ നിഴലുകൾ ക്രമരഹിതമായി കാണുന്നു. ഇവയെല്ലാം എന്തിനുദാഹരണമാണ്? ഡിഫ്രാക്ഷന് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ? ഇൻ്റർഫറൻസ് അഥവാ മലയാളം വ്യതികരണം എന്ന് പറയും. ഇൻ്റർഫറൻസ് അഥവാ വ്യതികരണം എന്ന് പറയും. ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പ്രതിഭാസമാണ് ഇൻ്റർഫറൻസ്. എന്താണ്? ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പ്രതിഭാസമാണ് എന്ത്? ഇൻ്റർഫറൻസ്. ഇൻ്റർഫറൻസ് എന്താണ് എന്ന് വെച്ചാൽ കുറേ പ്രകാശ തരംഗങ്ങൾ ഒരു സ്ഥലത്ത് വന്നിട്ട് കൂടിച്ചേരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇൻ്റർഫറൻസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സോപ്പ് കുമിളകളിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹരമായ വർണ്ണങ്ങൾക്ക് കാരണം എന്താണ്? ഇൻ്റർഫറൻസ് ആണ്. അപ്പോൾ ഇൻ്റർഫറൻസിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? സോപ്പ് കുമിളകളിലും, പിന്നെ വെള്ളത്തിൽ എണ്ണ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തൊരു പാളി വന്നിട്ട് ഒരു പ്രത്യേക നിറം കാണത്തില്ലേ? അപ്പോൾ ആ നിറത്തിനും കാരണം എന്താണ്? ഇൻ്റർഫറൻസ് ആണ്. എന്താണ്? സോപ്പ് കുമിളകളിലും വെള്ളത്തിലുള്ള എണ്ണ പാളിയിലും കാണുന്ന മനോഹരമായ വർണ്ണങ്ങൾക്ക് കാരണം എന്താണ്? ഇൻ്റർഫറൻസ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇൻ്റർഫറൻസ് എന്താണ്? ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പ്രതിഭാസമാണ് എന്ത്? ഇൻ്റർഫറൻസ്. ഇൻ്റർഫറൻസിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? സോപ്പ് കുമിളകളിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹരമായ വർണ്ണങ്ങൾക്ക് കാരണം എന്താണ്? ഇൻ്റർഫറൻസ് ആണ്. ഓക്കെ ആണല്ലോ? വിസരണം അഥവാ ഇംഗ്ലീഷിൽ സ്കാറ്ററിംഗ് എന്ന് പറയും. വിസരണം അഥവാ സ്കാറ്ററിംഗ്.
പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം. അപ്പോൾ വിസരണം എന്താണ്? പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം അഥവാ സ്കാറ്ററിംഗ്. ഓക്കെയാണോ? അപ്പോൾ വിസരണം എന്താണ്? പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണെന്ത്? വിസരണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കടലിൻ്റെ നീല നിറത്തിന് കാരണം എന്താണ്? വിസരണമാണ്. എന്താണ്? കടലിൻ്റെ നീല നിറത്തിന് കാരണം എന്താണ്? വിസരണമാണ്. അപ്പോൾ കടലിൻ്റെ നീല നിറത്തിനും അതുപോലെ തന്നെ ആകാശ നീലിമയ്ക്കും കാരണം എന്താണ്? വിസരണമാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, എന്താണ്? ആകാശത്തിൻ്റെ നീല നിറത്തിനും കടലിൻ്റെ നീലിമയ്ക്കും കാരണം എന്താണ്? വിസരണമാണ്. ഓക്കെ ആണല്ലോ. കടലിൻ്റെ നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? CB രാമനാണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്ത്? കടലിൻ്റെ നീല നിറത്തിൻ്റെ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? CB രാമനാണ്. അതുപോലെ തന്നെ ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയത് ആരാണ്? ലോർഡ് റെയ്ലിയാണ്. ആരാണ്? ലോർഡ് റെയ്ലിയാണ്. ഓക്കെ ആണോ? അപ്പോൾ കടലിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയത് CB രാമനും ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ലോർഡ് റെയ്ലിയുമാണ്. ഓക്കെ ആണല്ലോ. അന്തരീക്ഷവായു ഇല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്തായിരുന്നു? കറുപ്പായിരുന്നു. അന്തരീക്ഷവായു ഇല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്താണ്? കറുപ്പാണ്. അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അന്തരീക്ഷവായു ഇല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്താണ്? കറുപ്പാണ്. ഓക്കെ ആണോ? അന്തരീക്ഷവായു ഇല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്താണ്? കറുപ്പാണ്. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ കറുപ്പ് നിറത്തിന് കാരണം എന്താണ്? ചന്ദ്രനിൽ എന്തില്ല? അന്തരീക്ഷമില്ല. അതുകൊണ്ടാണ് എന്ത്? കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നത്. ഓക്കെ ആണോ? ചന്ദ്രനിൽ ആകാശത്തിൻ്റെ കറുപ്പ് നിറത്തിന് കാരണം എന്താണ്? ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതിനാൽ പ്രകാശത്തിൻ്റെ വിസരണം സാധ്യമാകുന്നില്ല. അപ്പോൾ ചന്ദ്രനിൽ ആകാശത്തിൻ്റെ കറുപ്പ് നിറത്തിന് കാരണം എന്താണ്? ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതിനാൽ പ്രകാശത്തിൻ്റെ വിസരണം സാധ്യമാകുന്നില്ല. ഓക്കെ ആണല്ലോ. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം എന്താണ്? കറുപ്പാണ്. കാരണം അവിടെ അന്തരീക്ഷമില്ലല്ലോ. അതുകൊണ്ട് ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം എന്താണ്? കറുപ്പാണ്. ഓക്കെ ആണല്ലോ. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറമാണെന്ത്? ചുവപ്പ്. അപ്പോൾ തരംഗദൈർഘ്യം കൂടിയ നിറത്തിന് ഏറ്റവും കുറവ് വിസരണമായിരിക്കും. എന്താണ്? തരംഗദൈർഘ്യം കൂടുതലുള്ള നിറത്തിന് വിസരണം എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ഏതാണ്? ചുവപ്പല്ലേ? അപ്പോൾ ചുവപ്പിന് എന്താണ്? വിസരണം കുറവാണ്. ഓക്കെയാണോ? എന്താണ് പറഞ്ഞത്? തരംഗദൈർഘ്യം കൂടും തോറും വിസരണം കുറഞ്ഞു വരുന്നു. ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. എന്താണ്? തരംഗദൈർഘ്യം കൂടും തോറും വിസരണം എന്തായി? കുറഞ്ഞു വരുന്നു. ഓക്കെ ആണല്ലോ. നമുക്കറിയാം വിബ്ജിയോർ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. മഴവില്ലിലെ നിറങ്ങളാണ്. 7 നിറങ്ങളല്ലേ വിബ്ജിയോർ. അപ്പോൾ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? തരംഗദൈർഘ്യത്തിൻ്റെ കുറവിൽ നിന്ന് കൂടുതലിലേക്ക് പോകുന്ന രീതിയിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? തരംഗദൈർഘ്യത്തിൻ്റെ അസെൻഡിങ് ഓർഡറിലാണ് ഈ വിബ്ജിയോർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? എന്ന് വെച്ചാൽ കുറവിൽ നിന്ന് കൂടുതലിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തരംഗദൈർഘ്യം ഏറ്റവും കുറവ് ഏതാണ്? വയലറ്റാണ്. തരംഗദൈർഘ്യം ഏറ്റവും കുറവായതുകൊണ്ട് വിസരണം എന്തായിരിക്കും? ഏറ്റവും കൂടുതലായിരിക്കും. തരംഗദൈർഘ്യം ഏറ്റവും കുറവാണെങ്കിൽ വിസരണം എന്താണ്? ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം ഏതാണ്? വയലറ്റ് ആയിരിക്കും. കാരണം എന്താണ്? തരംഗദൈർഘ്യം വയലറ്റിന് കുറവല്ലേ? അപ്പോൾ തരംഗദൈർഘ്യം ഏറ്റവും കുറവായ നിറമാണ് ഇത്, വയലറ്റ്. അതുകൊണ്ട് വിസരണം ഏറ്റവും കൂടുതലാണ്. ഇനി തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ഏതാണ്? ചുവപ്പല്ലേ? അതുകൊണ്ട് വിസരണം എന്തായിരിക്കും? ഏറ്റവും കുറവായിരിക്കും. ഓക്കെയാണോ? തരംഗദൈർഘ്യം ഏറ്റവും കുറവുള്ള വയലറ്റിന് വിസരണം ഏറ്റവും കൂടുതലും തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറമായ ചുവപ്പിന് വിസരണം ഏറ്റവും കുറവുമായിരിക്കും. ഇത്രയും ഒക്കെ ആയല്ലോ. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ്. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറമാണെന്ത്? കറുപ്പ്. ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറമാണെന്ത്? വെള്ള. ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറമാണെന്ത്? വെള്ള. ഓക്കെ ആണല്ലോ. അടുത്തതാണ് പ്രകീരണനം. എന്താണ്? പ്രകീർണനം.
പ്രകീർണനം. അപ്പോൾ അടുത്തതാണെന്ത്? പ്രകീർണനം. ഇംഗ്ലീഷിൽ ഡിസ്പേഷൻ എന്ന് പറയും. എന്താണ്? പ്രകീർണനം അഥവാ ഡിസ്പേഷൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് പ്രകീർണനം? പ്രകീർണനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് എന്ത്? പ്രകീർണനം. എന്താണ്? പ്രകീർണനം അഥവാ ഡിസ്പേഷൻ എന്താണ്? സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് എന്ത്? പ്രകീർണനം. ഓക്കെ ആണല്ലോ. എക്സാമ്പിളാണ് മഴവില്ല്. മഴവില്ല് ഉണ്ടാകാൻ കാരണം എന്താണ്? പ്രകീർണനം അഥവാ ഡിസ്പേഷൻ ആണ്. ഓക്കെയാണ്. അപ്പം മഴവില്ലിൻ്റെ കാരണം എന്താണ്? പ്രകീർണനം അഥവാ ഡിസ്പേഷൻ ആണ്. ഇനി മഴവിൽ ഉണ്ടാകുന്നതിന് ഒന്നാമത്തെ കാരണം പ്രകീർണനമാണ്. ഇനി മറ്റു കാരണങ്ങൾ ഏതൊക്കെയാണ്? അപവർത്തനവും പൂർണ്ണ ആന്തര പ്രതിഫലനവുമാണ്. ഏതൊക്കെയാണ്? അപവർത്തനവും ഉണ്ട്, പിന്നെ ഏതൊക്കെയുണ്ട്? പൂർണ്ണ ആന്തര പ്രതിഫലനവുമുണ്ട്. ഓക്കെ ആണല്ലോ. മഴവിൽ ഉണ്ടാകുന്നത് സൂര്യൻ്റെ എതിർദിശയിലാണ്. മഴവിൽ ഉണ്ടാകുന്നത് സൂര്യൻ്റെ എതിർദിശയിലാണ്. ഓക്കെ ആണോ? എന്താണ്? മഴവിൽ ഉണ്ടാകുന്നത് സൂര്യൻ്റെ എതിർദിശയിലാണ്. ഓക്കെ ആണല്ലോ. മഴവില്ലിൻ്റെ ആകൃതി അർദ്ധവൃത്താകൃതിയിലാണ്. മഴവില്ലിൻ്റെ ആകൃതി എന്താകൃതിയാണ്? അർദ്ധവൃത്താകൃതിയിലാണ്. ഓക്കെയാണോ? മഴവില്ലിൻ്റെ ആകൃതി എന്താണ്? അർദ്ധവൃത്താകൃതിയിലാണ്. ഓക്കെയാണല്ലോ. മഴവില്ലിൻ്റെ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടകവർണ്ണം ഏതാണ്? ചുവപ്പാണ്. മഴവില്ലിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ഘടകവർണ്ണം ഏതാണ്? ചുവപ്പാണ്. എന്നാൽ ഏറ്റവും താഴെ കാണപ്പെടുന്ന ഘടകവർണ്ണം ഏതാണ്? വയലറ്റാണ്. ഏതാണ്? ഏറ്റവും താഴെ കാണപ്പെടുന്ന ഘടകവർണ്ണം ഏതാണ്? വയലറ്റാണ്. എന്നാൽ മഴവില്ലിൻ്റെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ഘടകവർണ്ണം ഏതാണ്? ചുവപ്പാണ്. എന്നാൽ ഏറ്റവും താഴെ കാണപ്പെടുന്ന ഘടകവർണ്ണം ഏതാണ്? വയലറ്റാണ്. ഓക്കെ ആണല്ലോ. മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോണാണ് 40.8 ഡിഗ്രി. എന്താണ്? മഴവില്ലിൽ വയലറ്റ് കാണപ്പെടുന്ന കോണാണ് എത്ര? 40.8 ഡിഗ്രി. 48 അല്ല, 40.8 ഡിഗ്രി. ഓക്കെ ആണോ? എന്താണ്? മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോണാണ് എത്ര? 40.8 ഡിഗ്രി. എന്നാൽ ചുവപ്പ് കാണുന്ന കോണാണ് 42.8 ഡിഗ്രി. ഓക്കെ ആണോ? മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോൺ എത്രയാണ്? 40.8 ഡിഗ്രിയും ചുവപ്പ് കാണുന്ന കോണാണ് എത്ര? 42.8 ഡിഗ്രിയും. ഓക്കെ ആണോ? അപ്പോൾ മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോൺ 40.8 ഡിഗ്രിയും ചുവപ്പ് കാണുന്ന കോണ് 42.8 ഡിഗ്രിയുമാണ്. കിഴക്കു ഭാഗത്ത് സൂര്യനുള്ളപ്പോൾ മഴവില്ല് രൂപപ്പെടുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, സൂര്യൻ എവിടാണോ ഉള്ളത് അതിന് ഓപ്പോസിറ്റാണ് മഴവില്ലുണ്ടാകുന്നത്. അപ്പോൾ കിഴക്കാണ് സൂര്യൻ ഉള്ളതെങ്കിലോ മഴവില്ല് എവിടെ കാണും? പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും കാണുന്നത്. ഓക്കെ ആണോ? കിഴക്കാണ് സൂര്യൻ ഉള്ളതെങ്കിൽ മഴവില്ല് രൂപപ്പെടുന്നത് എവിടെയാണ്? പടിഞ്ഞാറ് ഭാഗത്താണ്. ഓക്കെ ആണല്ലോ. അടുത്തതാണ് പൂർണ്ണ ആന്തര പ്രതിഫലനം. അടുത്തതാണെന്ത്? പൂർണ്ണ ആന്തര പ്രതിഫലനം അഥവാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. പൂർണ്ണാന്തരിക പ്രതിഫലനം അഥവാ എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ ആണല്ലോ. എന്താണ് പൂർണ്ണാന്തര പ്രതിഫലനം? പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലെ പ്രതിഫലിക്കുന്നതാണ് എന്ത്? പൂർണ്ണാന്തര പ്രതിഫലനം. അപ്പോൾ പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. പ്രകാശം സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്താണ്? പ്രകാശം സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ എന്താണ്? പ്രകാശം സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിഫലിക്കുന്നതാണ് എന്ത്? പൂർണ്ണാന്തര പ്രതിഫലനം. ഓക്കെയാണോ? എന്താണ്? പ്രകാശരശ്മി സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക്
ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിഫലിക്കുന്നതാണ് എന്ത്? പൂർണ്ണാന്തര പ്രതിഫലനം. ഇതിൽ എക്സാമിന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനം. ഇതിന് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ്? പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ഏതാണ്? പൂർണ്ണാന്തര പ്രതിഫലനം അഥവാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ഓക്കെ ആണല്ലോ. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗ വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രതിഭാസമാണ് എന്ത്? പൂർണ്ണാന്തരിക പ്രതിഫലനം. അപ്പോൾ പൂർണ്ണാന്തരിക പ്രതിഫലനം എന്തൊക്കെയാണ്? വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമാണ്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗ വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശത്തിൻ്റെ പ്രതിഭാസമാണ് എന്ത്? പൂർണ്ണാന്തരിക പ്രതിഫലനം. ഓക്കെ ആണോ? അപ്പോൾ ഓക്കെ ആണല്ലോ. എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗ വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശത്തിൻ്റെ പ്രതിഭാസമാണ് എന്ത്? പൂർണ്ണാന്തരിക പ്രതിഭാസം. ഓക്കെ ആണല്ലോ. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? നരേന്ദ്ര സിംഗ് കബാനിയാണ്. എന്താണ്? ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? നരേന്ദ്ര സിംഗ് കബാനിയാണ്. എന്താണ്? ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നരേന്ദ്ര സിംഗ് കബാനിയാണ്. അതേപോലെ തന്നെ എൻഡോസ്കോപ്പിയിലെ പ്രവർത്തനത്തിൻ്റെ കാരണം എന്താണ്? പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. എന്താണ്? എൻഡോസ്കോപ്പിയിലെ പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. ഓക്കെ ആണോ? എന്താണ്? എൻഡോസ്കോപ്പിയിലെ പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. ഓക്കെ ആണല്ലോ.